മലയാള മാധ്യമങ്ങൾക്ക് ജിഹാദികളുടെ എച്ചിൽ തിന്ന് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് മലയാളത്തിലെ പ്രമുഖ ദിനപത്രമായ മലയാള മനോരമ. മലയാള മനോരമയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോസ്റ്റുകൾ നോക്കിയാൽ വായനക്കാർക്ക് ഒട്ടുമിക്കവർക്കും കൂട്ടത്തിൽ ജിഹാദികളെ അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും അത് മനസ്സിലാവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജിതിൻ കെ ജേക്കബ് ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. ആ പോസ്റ്റിലെ ചില കണ്ടെത്തലുകൾ നമ്മൾ ഓരോ മലയാളികളെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ്. വിശദമാക്കാം. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ കഴുത്തറുത്തു കൊല്ലുന്ന ഹമാസ് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയെ പോരാളികൾ എന്നൊക്കെ വിളിക്കുന്ന മനോരമ അൽ-ഖായിദയുടെ ഭീകരനെ തീക്കാറ്റെന്ന് വിശേഷിപ്പിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. ഇസ്ലാമിക ഭീകര മാധ്യമങ്ങളായ മീഡിയ വണ്ണും മാധ്യമം പത്രവും എന്തിന് അൽ ജസീറ വരെ നാണിച്ചു പോകും മനോരമയ്ക്ക് മുന്നിൽ എന്നത് ഓർക്കണം. ജിതിൻ കെ ജേക്കബിന്റെ പോസ്റ്റ് വായിക്കാം. മലയാള മാധ്യമങ്ങളുടെ പുതിയ ഹീറോ ആണ് സിറിയൻ ഏകാധിപതി ബഷാർ അൽ അസാദിനെ വീഴ്ത്തിയ അബു മുഹമ്മദ് അൽ ജുലാനി എന്ന ഇസ്ലാമിക തീവ്രവാദി. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സ്ഥാപകൻ അബൂബക്കർ അൽ ബഗ്ദാദിയുടെ വലങ്കൈയായിരുന്നു മലയാള മാധ്യമങ്ങളുടെ പുതിയ ഹീറോ. അൽ-ഖായിദയുടെ സിറിയൻ ഉപസംഘടനയായ ജബ്ഹത്ത് അൽ നുസ്രയുടെ നേതാവാണ് ജുലാനി എന്ന ഭീകരൻ. അൽ നുസ്രയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച US ജുലാനിയുടെ ജീവന് $1 കോടി വിലയിട്ടിട്ടുണ്ട്. ഇപ്പോഴും US ഭീകര പട്ടികയിൽ ഉള്ള ആളാണ് അയാൾ. ജുലാനി അപ്രതീക്ഷിത വേഗത്തിൽ ആളിപ്പടരുന്ന തീക്കാറ്റാണ് എന്നാണ് മനോരമ വിശേഷിപ്പിക്കുന്നത്. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ കഴുത്തറുത്തു കൊല്ലുന്ന ഹമാസ് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയെ പോരാളികൾ എന്നൊക്കെ വിളിക്കുന്ന മനോരമ അൽ-ഖായിദയുടെ ഭീകരനെ തീക്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. ഇസ്ലാമിക ഭീകര മാധ്യമങ്ങളായ മീഡിയ വണ്ണും മാധ്യമം പത്രവും എന്തിന് അൽ ജസീറ പോലും നാണിച്ചു പോകും മനോരമയ്ക്ക് മുന്നിൽ. മറ്റൊരു രസകരമായ കാര്യം, സിറിയയിൽ അൽ-ഖായിദ ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരർ ഭരണം പിടിച്ചപ്പോൾ വിമത മുന്നേറ്റമെന്നാണ് മലയാള മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. താലിബാൻ തീവ്രവാദികൾ അഫ്ഗാൻ പിടിച്ചപ്പോൾ അതിനെ വിസ്മയമെന്ന് വിശേഷിപ്പിച്ച മലയാള മാധ്യമങ്ങൾ ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന ഭീകര സംഘടന ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചപ്പോൾ അതിനെ വസന്ത സമരമെന്ന് വിശേഷിപ്പിച്ചവർ സിറിയയിൽ അൽ-ഖായിദ ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരർ ഭരണം പിടിച്ചപ്പോൾ അതിനെ വേഗത്തിൽ ആളിപ്പടരുന്ന തീക്കാറ്റെന്ന് വിശേഷിപ്പിച്ചതിൽ അത്ഭുതമൊന്നുമില്ല. സിറിയയെ വീഴ്ത്തിയ അബു മുഹമ്മദ് അൽ ജുലാനി എന്ന അൽ-ഖായിദ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദിയുടെ ജീവചരിത്രം വലിയ വാഴ്ത്തിപ്പാടലായി മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഭീകരവാദിയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് ഒഴിച്ചു ബാക്കിയെല്ലാം മനോരമയിലുണ്ട്. നാളെ ജനാധിപത്യ ഇന്ത്യക്ക് നേരെ ഇതുപോലൊരു ഭീകര ആക്രമണം ഉണ്ടായാൽ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും റിപ്പോർട്ട് ചെയ്യുക എന്നത് ഊഹിക്കാവുന്നതേയുള്ളൂ. തീവ്രവാദികളെ പിന്തുണയ്ക്കരുത് എന്നോ തീവ്രവാദികളെ വാഴ്ത്തിപ്പാടരുതെന്നോ പറയുന്നില്ല. ഒരേ സമയം ജനാധിപത്യവും നവോത്ഥാനവും മാനവികതയും പ്രസംഗിക്കുകയും മറുവശത്ത് ഇസ്ലാമിക തീവ്രവാദത്തെ വെള്ളപൂശുകയും ചെയ്യുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് വേണ്ട. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ രണ്ടും കൂടി വേണ്ട എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതേസമയം വിമത സംഘം അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ സിറിയയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. സിറിയയുടെ ഐക്യവും പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത തങ്ങൾ അടിവരയിടുന്നു. സിറിയൻ സമൂഹത്തിലെ എല്ലാ ജനങ്ങളുടെയും താൽപര്യങ്ങളെയും അഭിലാഷങ്ങളെയും മാനിക്കുന്ന സമാധാനപരമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിനായി നിലകൊള്ളുന്നുവെന്നും ഇന്ത്യ പറഞ്ഞു. സിറിയയിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും സുരക്ഷിതരാണെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിരുന്നു. ഇന്ത്യൻ എംബസി ദമാസ്കസിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും സിറിയയിലെ ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കാൻ എംബസി സജ്ജമാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.